മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത 3D ചിത്രം ബറോസ് ഡിസംബർ 25-നായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച ചിത്രത്തിൽ മോഹൻലാൽ തന്നെയായിരുന്നു ബറോസ് എന്ന നിധികാക്കുന്ന ഭൂതമായി പ്രധാന വേഷത്തിൽ എത്തിയതും. സാങ്കേതിക മികവിന് കയ്യടി നേടാനായെങ്കിലും ബറോസ് കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലെ തിയേറ്ററുകളിലും തൃപ്തിപ്പെടുത്തിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗിൽ കേരളത്തിൽ നിന്ന് മാത്രം 1 കോടിയോളം സ്വന്തമാക്കാനും ഓപ്പണിംഗ് ഡേ കളക്ഷൻ 3 കോടിക്ക് മുകളിൽ എത്തിക്കാനും കഴിഞ്ഞെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അതിന്റെ ഗുണം ചിത്രത്തിനുണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് വന്ന തണുപ്പൻ പ്രതികരണങ്ങളും വിമർശനങ്ങളും കളക്ഷനെ സാരമായി ബാധിച്ചു. ഒപ്പം ക്രിസ്മസ് റിലീസായി എത്തിയ മറ്റു ചിത്രങ്ങൾ മികച്ച അഭിപ്രായം നേടുന്നതും ബറോസിന് തിരിച്ചടിയാണ്. എന്നാൽ ഇപ്പോൾ ബറോസ് മറ്റൊരു റിലീസിന് തയ്യാറെടുക്കുകയാണ്. അമേരിക്കയിൽ ജനുവരി 1 മുതൽ ചിത്രം പ്രദർശനത്തിനെത്തുമെന്ന് മോഹൻലാൽ അറിയിച്ചു. അമേരിക്കയിലെ ഷോകളുടെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്ററും മോഹൻലാൽ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കിയ ചിത്രമാണ് ബറോസ്. പീരീഡ് ഫാന്റസി ജോണറിലെത്തിയ കഥ കുട്ടികൾക്കായാണ് ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.